ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയുടേതാണ്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഗ്രീൻ പീസ് കറിയാണിത്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പത്തിലേക്കും ചപ്പാത്തിയിലേക്കും ദോശയിലേക്കൊക്കെ ഈ ഒരു ഗ്രീൻ പീസ് കറി മതിയാവും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഈ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോവാതെ ഇങ്ങനെ കിടക്കും. ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ട് കറിയോട് കൂടെ ചേരും കേട്ടോ. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 4 വിസിൽ ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇവിടെ ആവിയൊക്കെ പോയ ശേഷം കുക്കർ ഇവിടെ തുറന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടച്ചും കൊടുക്കുക. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു കറി നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം മാത്രം കടുക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഒരുപാട് കടുക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടുക് ഇട്ട് താളിക്കുന്ന മാത്രമേ ഉള്ളൂ. വേറെ ഒരുപാട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ആ ഒരു മസാലക്കുത്തൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ കറിയാണിത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുമ്പ് കറി ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്